കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന കെ കരുണാകരന്റെ തട്ടകമായ തൃശൂരിലേക്ക് കെ മുരളീധരൻ എത്തുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ ചിത്രമാകെ മാറി മറയുകയാണ്. സിറ്റിംഗ് എംപിയായ ടി.എൻ. പ്രതാപനെ മാറ്റി വടകരയിൽ കെ ശൈലജയ്ക്കെതിരെ മത്സരിക്കുവാനിരുന്ന മുരളീധരനെ തൃശൂരിലെത്തിച്ചത് കോൺഗ്രസിന്റെ പൂഴിക്കടകനാണെന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ. ഈ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് പ്രവർത്തകരിൽ പോലും ഞെട്ടലുണ്ടാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിനായി വി.എസ്. സുനിൽകുമാറും ബി.ജെ.പിക്കായി സുരേഷ് ഗോപിയും എത്തുമ്പോൾ യു.ഡി.എഫിനായി എത്തുന്നത് നിലവിൽ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ ജനപിന്തുണയുള്ള നേതാവായ സാക്ഷാൽ മുരളീധരനാണ്. അതെ, മത്സരം കടുക്കുമെന്ന് ഉറപ്പാണ്. തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന ഉറച്ച ബോധ്യത്തിൽ പ്രചാരണം ആരംഭിച്ച പ്രതാപന് വേണ്ടി 3.5 ലക്ഷം പോസ്റ്ററുകളാണ് ഇതിനകം അടിച്ചത്. 150 മതിലുകളിൽ ചുവരെഴുത്തും നടത്തി. എന്നാൽ അതെല്ലാം വെറുതെയായെന്നുകൂടി പറയുന്നു സോഷ്യൽ മീഡിയ. ഇത് വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ലെന്നും യു.ഡി.എഫിന്റെ ഉറച്ച കോട്ടയാണ് തൃശൂരെന്നുമാണ് കൃഷ്ണകുമാർ ബാലകൃഷ്ണൻ അഭിപ്രായപ്പെടുന്നത്. ആര് വന്നാലും തൃശൂർ സുനിൽകുമാറിനുള്ളതാണെന്ന് അഖിൽ മോഹനും പറയുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിക്കൂ എന്ന് അവകാശപ്പെടുന്നു ഗോപാൽ വർമ്മ. ഇരയോടൊപ്പം പ്രതാപനൊപ്പം. ആരോടും ഇങ്ങനെയൊരു ചതി ചെയ്യരുതേ കോൺഗ്രസേ എന്ന് ട്രോളുന്നു ഷാജു ചാലക്ക. തൃശൂരിൽ ഇനിയാണ് പൂരം. മുരളി കപ്പെടുക്കുമെന്ന് ഉറപ്പിച്ചു പറയുന്നു അസ്രു ബിൻ സൈൻ. തൃശൂരിൽ മുരളി തോറ്റാൽ അത് പത്മജ കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ലീഡറുടെ കുടുംബത്തെ നൈസായി സൈഡാക്കുവാനുള്ള സൈക്കോളജിക്കൽ മൂവ്. അച്ഛനും മക്കളും തോറ്റ മണ്ഡലമെന്ന പേരും കിട്ടുമെന്ന് പരിഹസിക്കുന്നു ഷിബു ഉണിക്കാട്. മുരളീധരൻ കോൺഗ്രസ് പാർട്ടിയുടെ ബംഗാളി തൊഴിലാളിയാണോ? ഓരോ തെരഞ്ഞെടുപ്പിനുമിട്ട് തെക്ക് വടക്ക് ഓടിക്കാനെന്ന് ട്രോളുന്നു ഹരീഷ് കുമാർ. കെ മുരളീധരൻ നിന്നാൽ വി.എസ്. സുനിൽകുമാർ തോൽക്കുമെന്നാണ് കുഞ്ഞഹമ്മദ് അഭിപ്രായപ്പെടുന്നത്. വട്ടിയൂർക്കാവിൽ സംഭവിച്ചത് തൃശൂരിലും സംഭവിക്കും. സുരേഷ് ഗോപിയുടെ ജയം തടഞ്ഞ രക്തസാക്ഷി പരിവേഷവുമായി മുരളിയേട്ടൻ അടുത്ത KPCC പ്രസിഡന്റാവുമെന്ന് പ്രവചിക്കുന്നു സുന്ദർ നാരായണൻ.